നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആവേശത്തിന്റെ കൊടുമുടിയിലായി തലസ്ഥാനവും ഓരോ വോട്ടും ഉറപ്പിക്കാൻ മുന്നണികൾ വാശിയേറിയ പോരാട്ടം നയിക്കുമ്പോൾ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രചാരകരായി സംസ്ഥാന ദേശീയ നേതാക്കൾ എത്തിയത് അണികളെയും ആവേശത്തിലാക്കി. തെരഞ്ഞെടുപ്പ് അംഗത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാനത്ത് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളും വർദ്ധിക്കുകയാണ്. ജില്ലയിലുടനീളം വിവിധ കോണുകളിൽ ആവേശകരമായ സ്വീകരണമാണ് ഇടതു നേതാക്കൾക്ക് ലഭിച്ചത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി രാവിലെ വെഞ്ഞാറമൂട് മണ്ഡലത്തിലെ പൊതുയോഗത്തിൽ DK മുരളിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു. ഐശ്വര്യപൂർണമായ ഒരു വികസിത കേരളം, ആ കേരളത്തിന്റെ വളർച്ചയ്ക്കും രൂപപ്പെടലിനും വളരെ സമർപ്പിത ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിന്റെ വിജയത്തിന് വേണ്ടി നമ്മളാകെ പ്രവർത്തിക്കുമ്പോൾ അഡ്വക്കേറ്റ് DK മുരളി ഇവിടെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ ഞാനും നിങ്ങളും ഓർക്കേണ്ടത്, അഡ്വക്കേറ്റ് DK മുരളി LDF സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും കൂടി ഇവിടെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. തുടർന്ന് വൈകിട്ട് വർക്കല മണ്ഡലത്തിൽ V ജോയിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിലും പങ്കെടുത്തു. മുതിർന്ന നേതാവ് മറിയം ദാവളെ പൂവച്ചലിലെത്തിയപ്പോൾ ലഭിച്ചത് ആവേശോജ്വലമായ വരവേൽപ്പാണ്. അരുവിക്കരയിൽ ഇടതു തരംഗത്തിന്റെ വ്യക്തമായ സൂചനയായി മാറി യോഗം. വൻ ജനാവലിയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ വരവേറ്റത്. അരുവിക്കരയിലും വട്ടിയൂർക്കാവിലും നടത്തിയ തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ പ്രവർത്തകർക്കിടയിൽ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതശരീരം കാണിച്ച് പണം കട്ടവരാണ് UDF എന്ന് M സ്വരാജ് പറഞ്ഞു. മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി അത് മുഴുവൻ കട്ടുകൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് ആ പണമാണ്. കൈപ്പത്തി അടയാളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കണ്ടില്ലേ നിങ്ങൾ? ആ ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട വയനാട്ടിലെ ഒരു കുഞ്ഞിന്റെ കണ്ണുനീരുണ്ട്. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കരയുന്ന മുഖമുണ്ട്. ആ ദുരന്തത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വിലാപങ്ങളുണ്ട്. അവരെ കാണിച്ചു വാങ്ങിയ കാശാണ് പോസ്റ്ററായി, ബോർഡായി, മൈക്ക് അനൗൺസ്മെന്റായി, വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പണമായി ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത്. മണ്ഡലങ്ങളിൽ ഉടനീളം പ്രവർത്തകർ വലിയ ആവേശത്തോടെയാണ് നേതാക്കളെ വരവേറ്റത്. വോട്ടെടുപ്പ് ദിവസത്തിലേക്ക് അടുക്കുമ്പോൾ തലസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റ് വീശുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നണി ക്യാമ്പുകൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.